ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്നാൽ ആരും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു ടോപ്പിക്കാണ്. അതാണ് സ്ലീപ്പ്, ഉറക്കം. അപ്പോൾ ഉറക്കത്തിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഈ ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഉറക്കക്കുറവിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഉറക്കം നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയുടെ ഡീറ്റെയിലിംഗിലേക്ക് പോവാം. വാട്ട് മേക്സ് യു സ്ലീപ്പ്? എന്താണ് നമ്മുടെ ബോഡിയിൽ നമ്മളെ ഉറങ്ങാൻ സഹായിക്കുന്ന കാര്യങ്ങൾ? അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഇന്റേണൽ ബോഡി ക്ലോക്ക്, ഇന്റേണൽ റിതം എന്ന് പറയില്ലേ അത്. അതൊരു 24 hours ആയിട്ടുള്ള ഒരു 24 hours റിപ്പീറ്റിംഗ് ഒരു റിതം ഉണ്ട് നമ്മുടെ ബോഡിയുടെ അകത്ത്. അതിന്റെ മെക്കാനിസം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈറ്റ് ഉള്ള സമയത്ത് ഡേ ടൈമിൽ നമ്മുടെ കണ്ണിൽ കൂടെ ബ്രെയിനിലേക്ക് ലൈറ്റ് സ്റ്റിമുലസ് പോകും. അപ്പം നമ്മുടെ ബ്രെയിനിന് മനസ്സിലാവും ദാറ്റ് ഇറ്റ്സ് ഡേ ടൈം, പകലാണ് എന്നുള്ളത്. പകല് നമ്മൾ ഉറങ്ങാൻ പാടില്ല. സോ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ബ്രെയിൻ നമ്മുടെ ഈ 24 hours ഇന്റേണൽ റിപ്പീറ്റിംഗ് ക്ലോക്ക് നമ്മുടെ ബോഡിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, 3 ഹോർമോൺസ് ഉണ്ട്: അഡിനോസിൻ, മെലാറ്റോണിൻ, കോർട്ടിസോൾ. ഈ അഡിനോസിൻ എന്ന് പറയുന്നത് ഡേ ടൈം ആണ് റിലീസ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഉറക്കക്ഷീണം ഇല്ലാതെ നമ്മളെ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് മെലാറ്റോണിൻ. മെലാറ്റോണിൻ ഡാർക്ക് സമയത്ത്, ഇരുട്ട് നിറഞ്ഞ സമയത്താണ് റിലീസ് ചെയ്യുന്നത്. അത് നമ്മളെ ഉറക്കം ഇങ്ങനെ തൂങ്ങി ഡ്രൗസി സ്റ്റേറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് ഈ മെലാറ്റോണിൻ ആണ്. പിന്നെ കോർട്ടിസോൾ. കോർട്ടിസോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂര്യൻ ഉദിക്കുമ്പോൾ റിലീസ് ചെയ്യും, സൂര്യൻ അസ്തമിക്കുമ്പോൾ അതിന്റെ അളവ് കുറഞ്ഞു വരും. സോ ഈ ഹോർമോൺസും പിന്നെ ഇന്റേണൽ ബോഡി ക്ലോക്ക്, അതുമാണ് നമ്മളെ ഉറക്കം എന്നുള്ള ഒരു സംഭവത്തിലേക്ക് നയിക്കുന്നത്. പിന്നെ എന്താണ് ഈ ഉറക്കത്തിന്റെ ഇമ്പോർട്ടൻസ്? അതിൽ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് ഉറക്കക്കുറവ് ഉണ്ടെങ്കിൽ എല്ലാവരെയും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ബോഡി വെയിറ്റ് കൂടുതലാവുന്നത്, തടി കൂടുക. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 ഫാക്ടേഴ്സ് ഉണ്ട്: ലെപ്റ്റിൻ ആൻഡ് ഗ്രലിൻ. ഈ ഉറക്കക്കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും? ലെപ്റ്റിന്റെ അളവ് കുറയും, ഗ്രലിന്റെ അളവ് കൂടും. യൂഷ്വലി നോർമൽ സ്റ്റേറ്റിൽ അങ്ങനെയല്ല, നേരെ ഓപ്പോസിറ്റ് ഉണ്ടാവാം. ലെപ്റ്റിന്റെ അളവ് കൂടുതലായിരിക്കും, ഗ്രലിന്റെ അളവ് കുറവായിരിക്കും. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, എന്താണ് ഈ ലെപ്റ്റിനും ഗ്രലിനും ചെയ്യുന്ന കാര്യം? ലെപ്റ്റിൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ടുള്ള എനർജി റിസർവ് ചെയ്ത് ഇങ്ങനെ വെക്കുന്ന ഒരു ആളാണ് ഈ ലെപ്റ്റിൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കാരണം കൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് വിശപ്പൊന്നും അങ്ങനെ തോന്നില്ല. സോ നമ്മുടെ ബോഡി മീൻസ് വെയിറ്റ് കൂടാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ലെപ്റ്റിൻ. എന്നാൽ ഗ്രലിൻ എന്ന് പറയുന്നത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. മീൻസ് കഴിക്കണം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കി തരുന്ന ഒരു സംഭവമാണ് ഗ്രലിൻ. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഉറക്കം കുറവാണെങ്കിൽ ലെപ്റ്റിന്റെ അളവ് കുറയും, ഗ്രലിന്റെ അളവ് കൂടും. അപ്പൊ എന്താ സംഭവിക്കുക? ലെപ്റ്റിന്റെ അളവ് കുറയുമ്പോൾ നമുക്ക് വിശപ്പ് കൂടുതലായിട്ട് അനുഭവപ്പെടും. വിശപ്പ് കൂടുതലായിട്ട് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ എന്താ? ഗ്രലിന്റെ അളവ് അവിടെ കൂടിയിരിക്കുകയാണല്ലോ. അപ്പൊ എന്താ? തിന്ന് എന്നുള്ള ഒരു സിഗ്നൽ. അപ്പൊ എന്താ? നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കും, വിച്ച് ലീഡ്സ് ടു ഒബീസിറ്റി. തടി കൂടുതൽ ഉള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. സോ ഉറക്കം എന്നുള്ളത് തടി കൂടാനുള്ള ഒരു കാരണമാണ്. അപ്പം ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്ത ഒരു ഇമ്പോർട്ടൻസ് ഓഫ് സ്ലീപ്പ് എന്ന് പറയുന്നത്, ഉറക്കത്തിലാണ് നമ്മുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, നമ്മുടെ വളർച്ചയും നമ്മുടെ ബോഡി ഓർഗൻസിന്റെയും ന്യൂറോൺസിന്റെയും ഒക്കെ ഡെവലപ്മെന്റ് നടക്കുന്നത് ഉറക്കത്തിലാണ്. അതുകൊണ്ട് നമുക്ക് ഉറക്കം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ ഇമോഷൻസ്, നമ്മൾ ചിരിക്കുന്നതും കരയുന്നതും വിഷമിക്കുന്നതും ദേഷ്യപ്പെടുന്നതും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ ഉറക്കമാണ്. ഉറക്കം കുറവാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, നമുക്ക് ദേഷ്യം കൂടുതലായിരിക്കും, ഇറിറ്റേഷൻ കൂടുതലായിരിക്കും, ചിലർക്കാണെങ്കിൽ ഡിപ്രഷൻ ആയിരിക്കും, ചിലർക്കാണെങ്കിൽ ആൻസൈറ്റി ആയിരിക്കും, ചിലരൊരു ഹാലൂസിനേഷൻ എന്നുള്ള ഒരു സ്റ്റേറ്റ്. അങ്ങനെ ഇമോഷൻസ് ഒക്കെ ആകെ നമ്മുടെ കൺട്രോളിൽ അല്ലാത്ത ഒരു അവസ്ഥ വരും ഉറക്കം കുറവാണെങ്കിൽ.
സോ ഇമോഷൻസ് നമ്മുടെ കയ്യിൽ ഒതുങ്ങാൻ വേണ്ടിയിട്ട്, നമ്മുടെ കൺട്രോളിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഉറക്കം വളരെ അത്യാവശ്യമാണ്. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം കുറവുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ബ്ലഡ് പ്രഷർ അങ്ങോട്ട് കൂടും. ബ്ലഡ് പ്രഷർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ബ്ലഡിനെ ഹാർട്ടിലേക്കും തിരിച്ച് ഹാർട്ടിൽ നിന്ന് നമ്മുടെ ബോഡി പാർട്സിലേക്കും കൊണ്ടുവരുന്നത് ആരാ? ബ്ലഡ് വെസൽസ് ആണ് അല്ലെ? അപ്പൊ എന്താ, ഈ ബ്ലഡ് വെസൽസിനും പണി കൂടുതലാണ്. ഒത്തിരി ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബ്ലഡ് വെസൽസിനും പണി കൂടുതലാണ്, അതേപോലെ ഹാർട്ടിനും പണി കൂടുതലാണ്. ഇതൊക്കെ പ്യൂരിഫൈ ചെയ്യണ്ടേ? അപ്പൊ ഈ BP കൂടുമ്പോ ബ്ലഡ് വെസൽസിനും ഇഞ്ചുറി സംഭവിക്കാം. ബ്ലഡ് പ്രഷർ കൂടുകയാണല്ലോ, അപ്പൊ ബ്ലഡ് വെസൽസിനും ഇഞ്ചുറി സംഭവിക്കാം, ഹാർട്ടിനും ഇഞ്ചുറി സംഭവിക്കാം. അപ്പൊ എന്താ, ഹാർട്ട് റിലേറ്റഡ് ഇഷ്യൂസ് വരും, അസുഖങ്ങൾ വരും, ബ്ലഡ് റിലേറ്റഡ് അസുഖങ്ങൾ വരും, സ്ട്രോക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ എന്താ, ഉറക്കം നോർമൽ ആണ് എങ്കിൽ ബ്ലഡ് പ്രഷർ BP-യും നോർമൽ അതല്ലെങ്കിൽ കുറവായിരിക്കും. അപ്പൊ എന്താ, ബ്ലഡ് വെസൽസിനും ഒരുപാട് ജോലി ചെയ്യേണ്ട, ഹാർട്ടിനും ഒരുപാട് ജോലി ചെയ്യേണ്ട, വളരെ നോർമൽ കാം ആയിട്ടുള്ള ഒരു രീതിയിൽ വർക്ക് ചെയ്താൽ മതിയാകും. അപ്പൊ എന്താ, ഹാർട്ട് അസുഖങ്ങളും വരില്ല, വേറെ പ്രത്യേകിച്ച് ഒരു ഓർഗൻസിനും അങ്ങനെ അസുഖങ്ങളൊന്നും വരില്ല. സോ അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം നല്ല ഉറക്കം വേണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ഇമ്മ്യൂണിറ്റി. എസ്പെഷ്യലി ഒരു COVID-19 കാലത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്ന ഒരു കാര്യമാണ് നമ്മുടെ രോഗപ്രതിരോധ ശേഷി. നിങ്ങൾക്കറിയാലോ, ഇപ്പൊ ഈ COVID-19 കാരണം മരിച്ചവരിൽ ഒരു 99% ആൾക്കാരും രോഗപ്രതിരോധ ശേഷി കുറവുള്ള ആളുകളാണ്. വേറെ അസുഖങ്ങളുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരുന്നു. വേറെ അസുഖങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം എന്താ, അവരുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി പവർ, രോഗപ്രതിരോധ ശേഷി കുറവാണ് എന്നുള്ളതാണ് അല്ലെ? അപ്പൊ ഈ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് ഫുഡ്, നമ്മൾ കഴിക്കുന്ന നല്ല ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്, ഉറക്കം, വൃത്തി, ഇതൊക്കെ വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെയൊക്കെ ബാലൻസ് തെറ്റുമ്പോഴാണ് ഈ രോഗപ്രതിരോധ ശേഷി കുറയുന്നത്. സോ ഇമ്മ്യൂണിറ്റി കൂടാൻ വേണ്ടിയിട്ട് ഉറക്കം വളരെ അത്യാവശ്യമാണ്. ഓക്കെ, ഇപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഓഫ് സ്ലീപ്പ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ഉറക്കം കുറവ് ഉണ്ടാവുന്നത്? ഈ ഉറക്കം കിട്ടാതിരിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അത് മെയിനായിട്ട് കൂടുതലും ഉറക്കക്കുറവ് കണ്ടുവരുന്നത് ഹാർട്ട് പേഷ്യൻസിന്, അതേപോലെ സ്ട്രെസ് കൂടുതലുള്ളവർക്ക്, അതേപോലെ ഈ സെൻട്രൽ നെർവസ് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ളവർക്ക്, റെസ്പിറേറ്ററി ഈ അസ്തമ പോലുള്ള അസുഖങ്ങൾ ഉറക്കക്കുറവുണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സ്ട്രെസ്, ഒരുപാട് ടെൻഷൻസ്, രാത്രി ഉറങ്ങാതെ ഇങ്ങനെ ആലോചിച്ചിരിക്കുക, അങ്ങനെയുള്ളവർക്ക് ഉറക്കക്കുറവുണ്ട്. അതല്ല, ഇനി ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷൻസ്, അസുഖങ്ങൾ ഉള്ളവർ, ഫോർ എക്സാമ്പിൾ ആർത്രൈറ്റിസ്, ജോയിന്റ്സിലൊക്കെ ഭയങ്കര സിവിയർ പെയിൻ ആയിരിക്കും. അങ്ങനെ പെയിൻഫുൾ കണ്ടീഷൻസിലൂടെ കടന്നു പോകുന്നവരുണ്ടല്ലോ, അവർക്ക് ഉറക്കം വളരെ കുറവായിട്ട് കണ്ടുവരുന്നുണ്ട്. അതേപോലെ മെഡിസിൻസ്, ഫോർ എക്സാമ്പിൾ സ്റ്റിറോയിഡ്സ് ആവാം, അതല്ലെങ്കിൽ അസ്തമ പേഷ്യൻസ് കഴിക്കുന്ന മെഡിസിൻസ്, അങ്ങനെയുള്ള എന്തെങ്കിലും അസുഖങ്ങൾ റിലേറ്റ് ചെയ്തിട്ട് കഴിക്കുന്ന, ചില അസുഖങ്ങൾക്ക് കഴിക്കുന്ന മെഡിസിൻസ്, എല്ലാ അസുഖത്തിനും കഴിക്കുന്ന മെഡിസിൻ ഞാൻ പറയില്ല, ചില അസുഖങ്ങൾക്ക് കഴിക്കുന്ന മെഡിസിനും ഉറക്കക്കുറവ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് കൂടുതലും കണ്ടുവരുന്നത്. പിന്നെ സ്വയം ഉറങ്ങാതിരിക്കുന്ന കണ്ടീഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നെക്സ്റ്റ് ഡേ എക്സാം ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ഇന്റർവ്യൂ കൊടുക്കണം, അതല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് നെക്സ്റ്റ് ഡേ എന്തെങ്കിലും ഒരു പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യണം, അങ്ങനെയുള്ളവര് ഉറങ്ങാതിരിക്കുക, ത്രൂ ഔട്ട് നൈറ്റ് ഫുൾ ടൈം ഇരുന്ന് പഠിക്കുക, അതല്ലെങ്കിൽ വർക്ക് ചെയ്യാം. അവരോടൊക്കെ എനിക്ക് ആകെ ഒരു ഉപദേശം മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ നെക്സ്റ്റ് ഡേ നന്നായിട്ട് വർക്ക് ചെയ്യണം, നന്നായിട്ട് നിങ്ങളെ
എക്സാം ആയാലും എന്താണോ നിങ്ങളുടെ പെർഫോമൻസ് വളരെ നന്നാക്കണം എന്ന ഉദ്ദേശത്തിലാണ് നിങ്ങൾ ഉറങ്ങാതിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ അത്രയും ഉറപ്പ് തരാണ്, നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല. ഇത് ഞാൻ എൻ്റെ സ്വയം എക്സ്പീരിയൻസിലൂടെയാണ് പറയുന്നത്. നെക്സ്റ്റ് ഡേ എക്സാമിന് വേണ്ടിയിട്ട് രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ഓർമ്മ വരില്ല. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ ഞാൻ പറയാണ്, എന്തൊക്കെയാണ് ഈ ഉറക്കം വളരെ കുറവാണ് എന്ന് നമുക്ക് തന്നെ ബോഡി തരുന്ന സിഗ്നൽസ്. ആദ്യം തന്നെ നമുക്ക് ബോഡി തരുന്ന ഒരു സിഗ്നലാണ് ഭയങ്കര ഒരു ഇറിറ്റേഷൻ. ആരെന്ത് മീൻസ് നമ്മുടെ അടുത്തുനിന്ന് ആരെങ്കിലും സംസാരിച്ചാൽ പോലും നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ, ഭയങ്കര മൂഡ് ഓഫ്, ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുക എന്നറിയില്ല, ഒന്നിനും ഒരു താല്പര്യം ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുക, ആരും എന്ത് കാണുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. അതാണ് നമ്മുടെ ബോഡി ആദ്യം തന്നെ തരുന്ന ഒരു സിഗ്നൽ. ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും, ഇങ്ങനെ ഉറക്കം തൂങ്ങി ഇങ്ങനെ യോൺ ചെയ്തുകൊണ്ടിരിക്കുക അതൊക്കെ. എന്നിട്ടും നമ്മൾ ഉറങ്ങുന്നില്ല എങ്കിൽ നമ്മുടെ ഇമോഷൻസ് ഒന്നും ലൈക്ക് ഫ്ലാറ്റൻ ആയിരിക്കും, ഒന്നിനോടും ഒരു ഇമോഷൻസ് ഇല്ലാത്തൊരവസ്ഥ. സംസാരിക്കുമ്പോഴും ഭയങ്കര സ്ലോ ആയിട്ട് ഇങ്ങനെ സംസാരിക്കും. എന്ത് ചെയ്യുമ്പോഴും നമ്മളിപ്പോ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ കയ്യൊന്നും അനങ്ങില്ല, ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്ന കാര്യം. ഓർമ്മ ഉണ്ടാവില്ല പലതും, മെമ്മറി ലോസ്. അത് മീൻസ് എന്നിട്ടും നമ്മൾ ഉറങ്ങുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കും? സ്ലോലി നമ്മൾ തല അങ്ങോട്ട് തിരിക്കുമ്പോഴും ഇങ്ങോട്ട് തിരിക്കുമ്പോഴേക്കും ഒരു നോഡിങ്, ഇങ്ങനെ ഇങ്ങനെ നോഡിങ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് പോകും. ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, ഒരു കാര്യത്തിലും ഫോക്കസ് ഉണ്ടാവില്ല, നമ്മുടെ ഇമോഷൻസ് ഒന്നും നമ്മുടെ കയ്യിലുണ്ടാവും, കൺട്രോളിലായിരിക്കില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, ആരെന്ത് നമ്മുടെ ഓപ്പോസിറ്റ് നിന്നിട്ട് ഒരാൾ സംസാരിക്കുമ്പോഴും എന്താ ഇയാൾ ഈ സംസാരിക്കുന്നത് എന്നുള്ള ഒരു രീതിയിലായിരിക്കും നമ്മുടെ ആലോചന, ഒന്നും മനസ്സിലാവില്ല. അങ്ങനെ എന്നിട്ടും നമ്മൾ ഉറങ്ങുന്നില്ലെങ്കിൽ ഒരു ഹാലൂസിനേഷൻ എന്നുള്ള ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ പോകും. നമ്മളിങ്ങനെ വേറൊരു ലോകത്തായിട്ട് ഫീൽ ചെയ്യും, ചുറ്റിലും എന്ത് നടക്കുന്ന ഒരു ഐഡിയ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഒരു സ്റ്റേറ്റിലേക്ക് പോകും. അതാണ് നമ്മുടെ ബോഡി തന്നെ നമുക്ക് തരുന്ന സിഗ്നൽ. സോ ഉറക്കം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ പെട്ടെന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? പെട്ടെന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ടൈം സെറ്റ് ചെയ്യാം. ഈ സമയത്ത് ഞാൻ ഉറങ്ങാൻ ബെഡിലേക്ക് എത്തിയിരിക്കും, നെക്സ്റ്റ് ഡേ ഈ സമയത്ത് ഞാൻ ഉണർന്നിരിക്കും. എന്തൊക്കെ സംഭവിച്ചാലും, എന്റെ ചുറ്റിലും എന്തൊക്കെ സംഭവിച്ചാലും ഇതൊന്നും എന്നെ ബാധിക്കാൻ പോണില്ല. ഇതെന്റെ ഉറക്കത്തിന്റെ സമയമാണ്. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അങ്ങനല്ലേ, രാവിലെ ഉറങ്ങി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ലഞ്ച് കഴിക്കണം, എല്ലാത്തിനും ഒരു സമയമുണ്ട്. നമുക്ക് രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഡിന്നർ കഴിക്കാൻ പറ്റില്ലല്ലോ, എല്ലാത്തിനും അതിൻ്റെതായ സമയമില്ലേ. അതുപോലെ തന്നെ ഉറക്കത്തിനും അതിൻ്റെതായ സമയമുണ്ട്. തോന്നുമ്പോൾ പോയി കിടന്നുറങ്ങുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇന്റേണൽ ബോഡി ക്ലോക്ക് ഉണ്ടല്ലോ, അത് മൊത്തം താറുമാറാവും. സോ തോന്നുമ്പോൾ ഉറങ്ങാൻ, തോന്നുമ്പോൾ എഴുന്നേക്കാന്നുള്ള ശീലം മാറ്റുക. രാത്രി ഈ സമയത്ത് മീൻസ് ഒരു 8 മണി 9 മണി ആവുമ്പോൾ ഞാൻ എന്തായാലും ബെഡിലെത്തിയിരിക്കും, ഉറങ്ങിയിരിക്കും. അതേപോലെ തന്നെ ഒരു 2 hours മുമ്പ്, ഉറങ്ങാൻ പോകുന്നതിന്റെ ഒരു 2 hours മുമ്പെങ്കിലും നിങ്ങൾ ഉറങ്ങുന്ന സ്ഥലം വളരെ കാമായിട്ട് ക്വയറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ഒരുപാട് സൗണ്ടും ഒച്ചപ്പാടും ഒക്കെ ഉള്ള സ്ഥലത്ത് ഉറങ്ങാൻ കിടക്കരുത്, ഉറക്കം വരില്ല. ഭയങ്കര കാമായിട്ടുള്ള ആ റൂം ഡാർക്ക് ആക്കി വെക്കുക. അപ്പൊ എന്താ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഡാർക്ക് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ റിലീസ് ചെയ്യും. അതിനനുസരിച്ചിട്ട് നമ്മുടെ ബോഡിക്ക് തന്നെ സിഗ്നൽ കൊടുക്കും, ഇപ്പൊ ഉറങ്ങേണ്ട സമയമാണ്. അതേപോലെ തന്നെ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ലാപ്ടോപ്പിന്റെ ലൈറ്റ്, മൊബൈലിന്റെ ലൈറ്റ്, അങ്ങനെയുള്ള ലൈറ്റ്സ് ഒന്നും നിങ്ങളുടെ കണ്ണിലേക്ക് കൊടുക്കരുത്. സോ മൊബൈൽ, ലാപ്ടോപ്പ് അങ്ങനെയുള്ള എല്ലാം നിങ്ങളുടെ അടുത്തുനിന്ന് മാറ്റി വെക്കുക. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ മൊബൈൽ ഇങ്ങനെ പിടിക്കുമ്പോഴുണ്ടല്ലോ, മൊബൈലിന്റെ വെളിച്ചം നമ്മുടെ കണ്ണിലേക്ക് പോകും, കണ്ണിൽ നിന്ന് നേരെ ബ്രെയിനിലേക്ക് സ്റ്റിമുലസ് കൊടുക്കും. ഇറ്റ്സ് ഡേ ടൈം, കാരണം ലൈറ്റ് ആണല്ലോ പോകുന്നത്. അപ്പൊ ഇത് നൈറ്റ് അല്ല, ഡാർക്ക് അല്ല, ഉറങ്ങേണ്ട സമയമല്ല, ഇറ്റ്സ് ഡേ ടൈം എന്നുള്ള ഒരു സിഗ്നലാണ് നമ്മുടെ ബ്രെയിനിലേക്ക് പോകുന്നത്. അപ്പൊ എന്താ, ബ്രെയിൻ അതിനനുസരിച്ചിട്ടുള്ള ഹോർമോൺസ് ആണ് റിലീസ് ചെയ്യുക. അപ്പം ബോഡി പറയും എഴുന്നേറ്റോ നീ ഉറങ്ങണ്ട, നിനക്ക് ഉറക്കില്ല, എഴുന്നേറ്റോ എന്നുള്ള ഒരു സിഗ്നലാണ് നമുക്ക് കിട്ടുക.
സോ ഈ മൊബൈൽ ഫോൺ അതൊക്കെ അടുത്തുനിന്ന് മാറ്റി വെക്കുക. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഉറങ്ങേണ്ട സമയമാകുമ്പോൾ കോഫി ഒന്നും കുടിക്കാതിരിക്കുക, ആൽക്കഹോൾ, കോഫി അതൊന്നും കുടിക്കാതിരിക്കുക. ബിക്കോസ് അതൊക്കെ നിങ്ങളെ ഭയങ്കര ആക്റ്റീവായിട്ട് നിലനിർത്തും. പിന്നെ ആ സമയത്ത് ഉറങ്ങേണ്ട രാത്രി സമയത്തൊന്നും കൂടുതൽ എക്സസൈസ് ചെയ്യാതിരിക്കുക. ബിക്കോസ് ഒരുപാട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുമല്ലോ, അപ്പം ഭയങ്കര എനർജി ഫീൽ ചെയ്യും, ഉറക്കം വരില്ല. സോ ആ സമയത്തൊന്നും എക്സസൈസ് ചെയ്യാതിരിക്കുക. മാക്സിമം ഒരു നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു റൂം ഉണ്ടാക്കുക, നല്ല ക്വയറ്റ് ആയിട്ടുള്ള കാം ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ടൈം സെറ്റ് ചെയ്യാം. ഓക്കെ, ഇത്ര സമയത്ത് ഞാൻ നിർബന്ധമായിട്ട് ഉറങ്ങിയിരിക്കും. അതൊരു 2-3 ഡേയ്സ് നിങ്ങൾ ആ ടൈം തന്നെ ഒന്ന് ഫോളോ ചെയ്താൽ മതി. 3rd ഡേ തൊട്ട് നിങ്ങളുടെ ബോഡി അത് ഏറ്റെടുത്തു. ബോഡി തന്നെ നിങ്ങൾ ഇത്ര സമയം ഉറക്കം വരുത്തും. നെക്സ്റ്റ് ഡേ ആ സമയം നിങ്ങളെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കുകയും ചെയ്യും. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ട് മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നവരുണ്ട്, പക്ഷെ ഞാൻ അതൊന്നും സപ്പോർട്ട് ചെയ്യില്ല. ബിക്കോസ് മെഡിസിൻസ് ഒക്കെ കൂടുതലും ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. അത് നിങ്ങൾക്ക് ഗുണത്തിനേക്കാളും കൂടുതൽ ദോഷം ഉണ്ടാക്കുള്ളൂ. അത് ഡിപ്പെൻഡിങ് ഓൺ ദ കണ്ടീഷൻ ആണ് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാം. അതിപ്പോ ഇൻ ജനറൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സോ ഉറക്കം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാള് മിനിമം ഒരു 6 to 8 hours നിർബന്ധമായിട്ടും ഉറങ്ങിയിരിക്കണം. ബാക്കിയുള്ള hours ഒക്കെ ചുമ്മാ ഇരിക്കരുത്, നല്ല ആക്റ്റീവായിട്ട് തന്നെ മാക്സിമം യൂസ് ചെയ്യണം. ഒരു ഡേ മുഴുവൻ നിങ്ങൾ ആക്റ്റീവ് ആണെങ്കിൽ ഒബ്വിയസ്ലി രാത്രി ആവുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണം, നിങ്ങളുടെ ബോഡി തന്നെ നിങ്ങളെ ഉറക്കത്തിലേക്ക് പറഞ്ഞയക്കും. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം ഒരു നല്ലൊരു ടോപ്പിക്കുമായി വരുന്നത് വരെ all the very good luck to everybody. Take care. Please do like, share and subscribe my channel.